എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ വീടാണ് എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂര് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. എല്ലാം നല്ല പ്രീമിയം വില്ലാസാണ്. 80% വീട് ഇവിടെ സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് ഫുൾ ടാർഡാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 5300 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 4 വലിയ ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 4 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീടിൻ്റെ 4 ചുറ്റും നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഒരു പ്രീമിയം ഡിസൈനാണ് നമുക്ക് വീടിന് വരുന്നത്. 2 കളർ കോമ്പിനേഷനിലാണ് പെയിൻറ്റിങ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും മാർജിൻ ഫ്രീ മാർക്കറ്റ്, പെട്രോൾ പമ്പ് ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെയിലിൽ വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട്. ബാക്കിലൊക്കെ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടാനുള്ള സ്പേസാണ് വരുന്നത്. വീട്ടിൽ നമുക്ക് 4 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻറ്റും ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നമുക്ക് ഹൗസ് സൈഡ് വർക്ക് ഏരിയ വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 88 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വില്ലയ്ക്കകത്ത് 88 ലക്ഷം രൂപയുടെ ഉണ്ട്, 85 ലക്ഷം രൂപയുടെ ഉണ്ട്, 83 ലക്ഷം രൂപയുടെ ഉണ്ട്, 75 ലക്ഷം രൂപയുടെ വീടുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറെല്ലാം വരുന്നത് നമുക്ക് തേക്കാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വുഡെല്ലാം നമുക്ക് തേക്കാണ്. ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. അതിവിശാലമായിട്ടുള്ള ഹാളാണ്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അകത്തെ കളറെല്ലാം ഉപയോഗിച്ച് നല്ല ലൈറ്റ് കളറാണ്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഫാൻ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വന്നിട്ട് വലിയൊരു TV യൂണിറ്റാണ്. എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയയാണ്. ഈ കാണുന്നത് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. വാഷ് ബേസിനും അടുത്ത് വരുന്നുണ്ട്. നമുക്കിവിടെ വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്, വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം, മൊത്തം നമുക്കിവിടെ 4 ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഡൈനിങ്ങിന് അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്. വലിയൊരു കിച്ചണാണ് വരുന്നത്. കിച്ചണിലോട്ട് വരുന്നത് നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് കബോർഡ് വർക്കിൽ. കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചൻ്റെ 3 ചുറ്റും നമുക്ക് വാൾട്ടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചണിൽ ഹോബ് വരുന്നുണ്ട്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ ഫിറ്റിങ്സ് എന്നാലും ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഹൗസ് സൈഡ് നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഫ്ലോർ ടൈലെല്ലാം വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്കിലാണ് നനയിൽ വന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. കിണറും ബാക്കിലാണ് വരുന്നത്. ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. സെൻറ്റർ ടേബിളിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിലും AC പോയിൻറ്റും 4 വാഷ്റൂം നമ്മുടെ ഹീറ്റർ പോയിൻറ്റും വരുന്നുണ്ട്. കബോർഡിലേക്ക് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. പ്രീമിയം ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്.
ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം, വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിലൊക്കെ ഫുള്ളും ചെയ്തിരിക്കുന്നത് നമുക്ക് വുഡിലാണ്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ചെവിൽ നമുക്ക് വലിയൊരു ടെസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം, വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയൊരു അറ്റാച്ച്ഡ് വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിങ്സ് വരുന്ന സെറയാണ്. ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ബെഡ്റൂമിലെ കബോർഡ് വർക്ക് വന്നിട്ട് ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൽ അതേ മോഡലാണ് ഇവിടെയും കബോർഡ് വർക്ക് വരുന്നത്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇതും വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മുടെ സെയിം മെത്തേഡിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. അകത്തെ കളർ ബെഡ്റൂമിലായിരുന്നാലും ഹാളിലായിരുന്നാലും എല്ലാം തന്നെ ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ ഈ 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് ഇൻഡോനേഷ്യയുടെ സ്വിച്ചാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി, വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വുഡാണ്. ഫുൾ വുഡിലാണ് ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സന്ധ്യയ്ക്കൊക്കെ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഈ ടെറസിൽ നിന്ന് കാണാൻ വേണ്ടി നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റും ഉണ്ട്. ഇവിടെ ടെറസിലോട്ട് വന്ന സ്റ്റെയറും നമുക്ക് ഈ ബാൽക്കണിയുടെ സൈഡിൽ കൂടിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. വലിയൊരു ഫംഗ്ഷനൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ഇവിടെ 500 ലിറ്ററിൻ്റെ 2 വലിയ ടാങ്കാണ് വരുന്നത്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീട് ഇരിക്കുന്നത് നമുക്ക് 5,300 സെൻറ്റ് വന്നിട്ട്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 4 വലിയ ബെഡ്റൂമാണ്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 4 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ള മെയിൻ ബസ് റൂട്ട് വരെ നമുക്ക് ഇവിടുന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. വീടിൻ്റെ മുറ്റം വരെ നമുക്ക് ടാർഡാണ്. ഈ വരുന്ന വില്ലയ്ക്കകത്ത് നമുക്ക് പാല്, പച്ചക്കറി, ഫിഷ് ഇതെല്ലാം തന്നെ നമുക്കിവിടെ കൊണ്ടുവരുന്നതാണ്. മാർജിൻ ഫ്രീ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, അമ്പലം, ചർച്ച് ഇതെല്ലാം നമുക്ക് ഇവിടെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭിക്കുന്നതാണ്. മെയിൻ റോഡ് വരെ നമ്മുടെ ബസ് സ്റ്റാൻഡ് വരെ പോകാൻ വേണ്ടി നമുക്ക് 100 മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വീടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 88 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വില്ലയ്ക്കകത്ത് 85 ലക്ഷത്തിൻ്റെ വീട് വരുന്നുണ്ട്, 83 ലക്ഷം രൂപയുടെ വീട് വരുന്നുണ്ട്, 75 ലക്ഷം രൂപയുടെ വീടും വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് കാണാൻ വരുന്നവർക്ക് നമുക്ക് ആ വീടുകളും കൂടെ കാണാൻ പറ്റും. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി നമുക്ക് കുറേ വീടിൻ്റെ വീഡിയോകൾ വരാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.